Hi everyone, welcome to our YouTube channel Nirvara Education. പഠിപ്പിക്കുന്ന പോർഷൻസ് നന്നായി മനസ്സിലാക്കാൻ ലെക്ചർ 1 to 3 കണ്ടതിനു ശേഷം ലെക്ചർ 4 കാണുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? സീക്ക് തീറ്റ ഈസിക്കൽ ടു 13/12 എന്നാണ് തന്നിരിക്കുന്നത്. സീക്ക് തീറ്റ ഈസിക്കൽ ടു 13/12. എന്താണ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ? 1 സീക്ക് തീറ്റ അല്ലേ? അത് സീക്ക് തീറ്റയുടെ ഇൻവേഴ്സ് അല്ലേ? എന്ത് വരും? 12/13. കോസ് തീറ്റ ഇസിക്കൽ ടു 12/13. ഓക്കെ ആണല്ലോ. ഈ ട്രയാങ്കിൾ ഞാൻ പേര് കൊടുക്കുന്നു എ ബി സി. ഞാൻ എവിടെ ഞാൻ തീറ്റ മാർക്ക് ചെയ്യുന്നത്? ഇവിടെ ഞാൻ തീറ്റ മാർക്ക് ചെയ്യുക ആണല്ലോ. നെക്സ്റ്റ് എന്താ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്നൂസ്. തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? എ ബി ബൈ ഹൈപ്പോട്നൂസ് ഏതാ? എ സി. സംശയമുണ്ടോ? അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എ ബി എന്താണ്? എ ബി 12. ദെൻ അടുത്തത് ഇപ്പോൾ എ സി എന്താണ്? 13. സംശയമില്ലല്ലോ. നെക്സ്റ്റ് നമുക്ക് പൈതഗോറസ് തിയറം കാണാം. എന്താ പൈതഗോറസ് തിയറം വെച്ച് നമുക്കിതിൽ അടുത്ത സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഹൈപ്പോട്നൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്നൂസ് എന്താണ്? 13. 13 സ്ക്വയർ ഈക്വൽ ടു 12 സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണല്ലോ. എന്താ 13 സ്ക്വയർ? 169 ഈക്വൽ ടു 144 പ്ലസ് എ സ്ക്വയർ. അതായത് എ സ്ക്വയർ എന്താ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്താ? 169 മൈനസ് 144. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? √25, അതായത് 5. ഇത് കിട്ടിയല്ലോ. ഓക്കെ, എന്താ ബാക്കി പറഞ്ഞിരിക്കണേ? നമുക്ക് ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് സൈൻ തീറ്റ കാണാമല്ലോ. സൈൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്നൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്നൂസ് ആണല്ലോ. ദെൻ നമുക്ക് കോസ് തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. കോസ് തീറ്റ എന്താണ്? അല്ല, നമ്മൾ കണ്ടില്ല, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കോസ് തീറ്റ എന്താണ്? 12/13. അല്ലെങ്കിൽ എന്താ കോസ് തീറ്റ എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്നൂസ്. എന്താ? 12/13. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 5/12 ആണല്ലോ. നെക്സ്റ്റ് എന്താ? കൊസീക് തീറ്റ. കൊസീക് തീറ്റ ഞാൻ എന്ത് പറഞ്ഞു? സൈൻ തീറ്റയുടെ ഇൻവേഴ്സ് ആണ്. സൈൻ തീറ്റ എന്താണ്? 5/30. അങ്ങനെയൊക്കെ കൊസീക് തീറ്റ എന്ത് വരും? 13/5 ആണല്ലോ. നെക്സ്റ്റ് സീക്ക് തീറ്റ. സീക്ക് തീറ്റ എന്ത് പറഞ്ഞു? കോസ് തീറ്റയുടെ ഇൻവേഴ്സ്, അതായത് എന്ത് വരും? 13/12. അതാണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് കോട്ട് തീറ്റ. കോട്ട് തീറ്റ എന്താണ്? ടാൻ തീറ്റയുടെ ഇൻവേഴ്സ് എന്ത് വരും? 12/5. സംശയമുണ്ടോ? ഓക്കെ, അപ്പോൾ ആർക്ക് സംശയമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റിൻ എന്താ തന്നിരിക്കണേ? എന്താ? 3 കോട്ട് എ ഇസിക്കൽ ടു 4. 3 കോട്ട് എ ഇസിക്കൽ ടു 4. അപ്പോൾ കോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇൻറ്റു 3 ഇപ്പുറത്ത് വരുമ്പോൾ /3 അല്ലേ? 4/3. സംശയമില്ലല്ലോ. ഈ ട്രയാങ്കിൾ പേരെടുക്കാമല്ലോ. എ ബി സി. അങ്ങനെയാണെങ്കിൽ ടാൻ എ എന്താണ്? ടാൻ എ എന്ന് പറഞ്ഞാൽ 1/കോട്ട് എ അല്ലേ? അതായത് കോട്ട് എയുടെ റെസിപ്രോക്കൽ അല്ലേ? എന്ത് വരും? 3/4. സംശയമില്ലല്ലോ. ഇനി നമുക്ക് ഫിഗറിൽ നമുക്ക് ടാൻ എ കാണണം. ടാൻ എ ഇസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ബി സി ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താ? എ ബി. അതായത് എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ബി സി ആണ്. അഡ്ജസൻറ്റ് സൈഡ് എ ബി ആണ് ആണല്ലോ. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ബി സി എന്ത് കിട്ടും? 3. ബി സി എന്താ? 3. അടുത്ത നമുക്ക് എ ബി എന്ത് കിട്ടും? 4. സംശയമില്ലല്ലോ. ഇവിടെ ഹൈപ്പോട്നൂസ് ആണ്ടേ. ഹൈപ്പോട്നൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്നൂസ് സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. എച്ച് സ്ക്വയർ ഈക്വൽ ടു 16 പ്ലസ് 9. എച്ച് സ്ക്വയർ ഇസിക്കൽ ടു 25. എച്ച് ഇസിക്കൽ ടു √25 എന്ത് വരും? 5 വരും ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയുണ്ട്? ടാൻ തീറ്റയുണ്ട്, ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ കോസ് തീറ്റയും കാണണം, സൈൻ തീറ്റയും കാണണം ആണല്ലോ. ഇത് കോസ് തീറ്റ കാണാമല്ലോ. കോസ് എ എന്താ? കോസ് എ
adjacent side by hypotenuse 4/5. സംശയമില്ലല്ലോ. സൈനെ കാണാമല്ലോ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് 3/5. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഷോ ദാറ്റ് 1 മൈനസ് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ എന്തിന് ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം? കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ആണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം LHS എടുക്കാമല്ലോ. LHSൽ എന്താ ഉള്ളത്? 1 മൈനസ് ടാൻ സ്ക്വയർ എ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ആണല്ലോ. എന്ത് വരും? 1 മൈനസ് എന്താ ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3/4 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ 1 പ്ലസ് 3/4 ദ ഹോൾ സ്ക്വയർ. സംശയമുണ്ടോ? അതായത് ഞാൻ കറക്റ്റ് സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു? ടാൻ്റെ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ആണല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് എന്താ 3/4 സ്ക്വയർ 9/16 ഡിവൈഡ് ബൈ 1 പ്ലസ് 9/16 ആണല്ലോ. 1 മൈനസ് അതായത് നമുക്ക് അടുത്ത് നമുക്കിവിടെ LCM എടുക്കേണ്ടത്. LCM എടുക്കുമ്പോൾ എന്ത് വരും? 16 മൈനസ് 9/16 ഡിവൈഡ് ബൈ 16 പ്ലസ് 9/16. സംശയമുണ്ടോ? വിച്ച് ഇസ് ഈക്വൽ 7/16 ഡിവൈഡ് ബൈ എന്ത് വരും? 16 പ്ലസ് 9 25/16. സംശയമുണ്ടോ? 16 കട്ടായി പോവില്ലേ? 7/25 ആണല്ലോ. അപ്പം ഞാൻ ഇവിടെ LHS മാത്രം ചെയ്തു. അടുത്ത RHS ചെയ്യണ്ടേ? എന്താണ്? കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ. എന്താ കോസ് സ്ക്വയർ എ? ഇവിടെ കോസ് സ്ക്വയർ എ ഇതാ ഇവിടെയാണ് കോസ് എ 4/5 ദ ഹോൾ സ്ക്വയർ മൈനസ് 3/5 ദ ഹോൾ സ്ക്വയർ 16/25 മൈനസ് 9/25 ആണല്ലോ. 16 മൈനസ് 9/25 അതായത് എന്ത് വന്നു? 7/25. നമുക്ക് എന്ത് എഴുതാം? LHS ഈക്വൽ ടു RHS. സംശയമുണ്ടോ? ഒന്നുകൂടി ഞാൻ പറയാം. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്തു? ട്രയാങ്കിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ തന്നിക്കുന്നത് കണ്ടുപിടിച്ചു. ഞാൻ ടാനെ കണ്ടുപിടിച്ചു, കോസെ കണ്ടുപിടിച്ചു, സൈനെ കണ്ടുപിടിച്ചു. ടാനെ കണ്ടുപിടിച്ചു, ദെൻ കോസെ, സൈനെ ആണല്ലോ. ദെൻ LHS ഇത് മാത്രം എടുത്തു. അതിൽ ഞാൻ ടാൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിനെ സോൾവ് ചെയ്ത് ഒരു വാല്യൂ കണ്ടുപിടിച്ചു, അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ എന്ത് ചെയ്തു? RHS എടുത്തു, അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഈ രണ്ട് വാല്യൂ ഒന്നല്ലേ? സോ LHS ഈക്വൽ ടു RHS ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ട്രയാങ്കിൾ ABC റൈറ്റ് ആംഗിൾ അറ്റ് B. നമുക്ക് ആദ്യമേ മാർക്ക് ചെയ്യാമല്ലോ. B റൈറ്റ് ആംഗിൾ അറ്റ് B. ഓക്കെ ആണല്ലോ. അപ്പം ഞാനിവിടെ A മാർക്ക് ചെയ്തു, ഇവിടെ C മാർക്ക് ചെയ്തു. ട്രയാങ്കിൾ ABC ആയില്ലേ? ഇഫ് ടാൻ A ഈക്വൽ ടു 1/√3. നമുക്ക് ടാൻ തന്നിട്ടുണ്ട് 1/√3. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ എ കോസ് സി പ്ലസ് കോസ് എ സൈൻ സി. എനിവേ എന്ത് തന്നിട്ടുണ്ട്? ടാൻ A തന്നിട്ടില്ലേ? ടാൻ A ഈക്വൽ ടു 1/√3. ഓക്കെ ആണല്ലോ. എന്താ ടാൻ A എന്ന് പറഞ്ഞ? ഓപ്പോസിറ്റ് സൈഡ് BC ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണല്ലോ. സംശയമില്ലല്ലോ. അപ്പം എന്താണ് BC എന്ന് പറഞ്ഞാൽ 1? എന്താണ് AB എന്ന് പറഞ്ഞാൽ √3. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് AC കാണണം. എന്താ? പൈതഗോറസ് തിയറം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു B സ്ക്വയർ √3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. എന്താണ് √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? 3 പ്ലസ് 1. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു 4. ദെയർഫോർ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു √4. അതായത് എന്താ? 2. നമുക്ക് എന്ത് കാണണം? സൈനെ കാണണം. സൈൻ A ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/2. അടുത്ത എന്ത് കാണണം? അടുത്ത കോസ് A കാണണം. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് √3/2 ആണല്ലോ. അടുത്ത എന്ത് കാണണം? അടുത്ത സൈൻ C കാണണം, കോസ് C കാണണം. സൈൻ C എന്ത് വരും? C എടുത്തു.
ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്നൂസ് √3/2 ആണല്ലോ. അടുത്തത് കോസി അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്നൂസ് 1/2 ആണല്ലോ. നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൈൻ എ കോസി പ്ലസ് കോസ് എ സൈൻ സി ആണല്ലോ. എന്താ സൈൻ എയുടെ വാല്യൂ? 1/2 ഇൻറ്റു, ഇവിടെ ഒന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇൻറ്റു ആണെന്നാണ്. ഓക്കെ ആണല്ലോ. ഇൻറ്റു കോസി എന്താണ്? 1/2 ദെൻ പ്ലസ് അടുത്ത കോസയുടെ വാല്യൂ എന്താ? √3/2 ഇൻറ്റു എന്താ? സൈൻ സി √3/2. സംശയമുണ്ടോ? ദെൻ അടുത്ത 1 × 1 1/2 × 2 4 പ്ലസ് എന്താണ്? √3 × √3 സ്ക്വയർ, അതായത് 3 എന്താ? 2 × 2 4 എന്ത് വന്നു? 4/4 എന്ത് വന്നു? 1. ഓക്കെ, ഒന്നും കൂടെ പറയാം. നമുക്ക് തന്നിട്ടുള്ളത് tan A ആണ്. അത് ഞാൻ എടുത്തു, അതിവിടെ എന്ത് ചെയ്തു? ട്രയാങ്കിളിലോട്ട് കൊടുത്തു. അടുത്ത സൈഡ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് സൈൻ എ കോസ് എ സൈൻ സി കോസ് സി കണ്ടുപിടിച്ചു. ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിച്ചു.